കുറെ വളിച്ച പൊറോട്ടയും ചിക്കനും മേടിച്ചോണ്ട് വന്നിട്ട് എന്നോട് പറയാം, എടീ നല്ല ടേസ്റ്റാ, കഴിച്ചോളാൻ. ഞാൻ അത് എടുത്തിട്ട് കോഴിക്കിട്ട് കൊടുത്തെന്ന് പറഞ്ഞു. ദേഷ്യം. അത് കഴിക്കണമെന്ന് പുള്ളിക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ എന്നാലും എന്റെ ഭക്ഷണം നല്ലതാന്ന് പറയാതെ തട്ടുകടയിലെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റാന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞു. അത് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധി എന്നൊക്കെ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളായിട്ടൊക്കെ തെറ്റിദ്ധരിക്കും. വലിയ വലിയ കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ. നിങ്ങൾ രാവിലെ എഴുന്നിട്ട് നിങ്ങളുടെ കെട്ടിയോളെ ഒന്ന് ചിരിച്ചു കാണിക്കണം. ഓ പിതാവയുമ്മ തമാശ പറയാതെ അല്ലേ, ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കുക. കെട്ടിയോളെ അത് കേൾക്കുമ്പോ ഓ ഇയാൾക്ക് എന്നെ പറ്റി ഇന്ന് ചിരിക്കാൻ അല്ലേ. അവിടെ കൂട്ടച്ചിരി തുടങ്ങും. പിന്നെ പിള്ളേരൊക്കെ വന്ന് ചിരിക്കാൻ തുടങ്ങും. എന്തൊരു രസമായിരിക്കും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അന്നേരത്ത് ആ മൊബൈൽ ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് ആ TV ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊള്ളാം, ഈ ജീവിതം നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിപ്പോയാലൊന്ന് ക്ഷമയോദിക്കും. പറ്റിപ്പോയി ഓട്ടെ. നമുക്ക് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ സന്തോഷ നിർഭരമാക്കുന്നത്. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ഇയാൾക്ക് വേണ്ടി 3 ദിവസം ജാഗരണ പ്രാർത്ഥനയും ഒറ്റക്കാലിൽ മേൽ തപസ്സും നടത്തി. അതിന്റെ ഒന്നും ആവശ്യമില്ല. 2 കാലം നിൽക്കേ, പ്രശ്നമില്ല. ചില ഭക്ഷണമൊക്കെ കഴിച്ചു, പക്ഷെ സന്തോഷമായിട്ട് ദൈവമേ നീ തന്ന നന്മകൾക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുക. അപ്പൊ നമുക്ക് ആകുലതകൾ ഒത്തിരി അങ്ങോട്ട് പോകും. നമ്മളാണെങ്കിൽ ആകുലപ്പെട്ട് അങ്ങ് ജീവിക്കുക. പണ്ടൊരു അമ്മച്ചിയുടെ കാര്യം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടതാണ്. എന്നോട് ക്ഷമിക്കും. അമ്മച്ചി എന്നോട് പറഞ്ഞ്, എൻ്റെ അച്ഛാ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ ചോദിച്ചു, മോക്ക് എന്നാ പറ്റി? ഒന്നും പറ്റിയില്ല ചാച്ചു, മാച്ചാ കരുനാക്കൊണ്ടൊന്നും പറഞ്ഞ് പറ്റിക്കാതെ. പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നത്? അല്ലത് അവക്ക് അവക്ക് ദുബായില് 65,000 രൂപയുടെ ശമ്പളം ഉണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. ഇന്ന് 65,000 ഒക്കെ എന്ത് 65,000? അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ പറയാതെ, ഓസ്ട്രേലിയയിൽ നിന്നൊരു കോള് വന്നിരിക്കുന്നു. അയ്യോ അത് കിട്ടുവാണെങ്കിൽ 2.25 ലക്ഷം എന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ വായടയുന്നില്ല. ഞാൻ പിന്നെ നിറുകയിലൊക്കെ കൊട്ടി അടച്ചു. കാരണം വല്ലതും പറ്റിയ എന്നോട് 2.25 ലക്ഷം. എൻ്റെ അമ്മോ, നമ്മുടെ ഈ കത്തോലിക്ക അമ്മച്ചിമാരുടെ വാ പൊളിയാൻ ഇതൊക്കെ മതി. അയ്യോ 2.25 ലക്ഷം. അതിന് ഏറ്റവും മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു കൂട് മെഴുകുതിരിയുമായിട്ട് ഇറങ്ങിയിരിക്കുക. രാവിലെ മോളുടെ ട്രാൻസ്ഫർ ഒന്ന് റെഡിയാക്കി കയറണം. ദുബായിൽ നിന്ന് നേരിട്ട് ഓസ്ട്രേലിയ. കർത്താവ് ക്ഷമിച്ചയാടെ ഇപ്പൊ പ്രധാനപ്പെട്ട പരിപാടി അതാ, ഇതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തമ്പുരാന് പറ്റുന്നത് ഈ മിക്കവാറും ട്രാൻസ്ഫറുകളാണ് ഇവിടുന്ന്. എന്നാ എനിക്കാണെങ്കിൽ ഈ അമ്മച്ചിയോട് അങ്ങ് ദേഷ്യം. അമ്മച്ചിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ആ 65,000 രൂപയൊക്കെ മേടിച്ച് 5,000 രൂപ പള്ളിക്കും കൊടുത്ത് ബാക്കി 60,000 രൂപ എങ്ങനെ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ ചിന്തിച്ച് സന്തോഷമായിട്ടൊക്കെ ജീവിച്ചാൽ പോരെ. വെറുതെ ഈ 2.25 ലക്ഷം എന്നും പറഞ്ഞിട്ട് അതിരാവിലെ മുതൽ മനസമാധാനവും കളഞ്ഞ് ബാക്കിയുള്ളവരുടെയും സമാധാനം കളഞ്ഞ് ഈ മെഴുകുതിരിക്കൂടുമായിട്ട് ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ? അവിടെ സന്തോഷമായിട്ട് ജീവിക്കരുതോ? അമ്മച്ചി എന്നോട് ചൂടായി. എന്നോട് പറയാ, കാര്യം നടത്തി തരാൻ കഴിവില്ലെങ്കിൽ അത് പറയാൻ. അപ്പൊ ആകെപ്പാടെ പെശകായി. ഞാൻ പറഞ്ഞതേ, നമ്മൾ ഈ ആവലാദികളുമായിട്ട് ജീവിക്കും. നമുക്ക് ദൈവം തന്നിട്ടുള്ള കൃപകള് എന്തേരം ഉണ്ട്. നിങ്ങൾക്ക് ഇത്രപോലെ തങ്കപ്പെട്ട ഒരു കെട്ടിയോനെ തന്നില്ലേ? പിതാവ് എന്ത് വർത്താനായി പറയുന്നേ? ഇയാൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് അറിയാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് സ്ഥലം മാറ്റം ഒന്നും പറ്റുകയില്ല കേട്ടോ. പിന്നെ ആകെപ്പാടെ വല്ല മാനസാന്തരം ഉണ്ടാവുക. ഞാൻ ഈ വെള്ളമടിച്ച് 4 കാലം നടക്കുന്ന ഒരു ചേട്ടനെ പണ്ട് കൗൺസിലിംഗ് കൊടുത്തു. എനിക്ക് അങ്ങനെ ഈ സൈക്കോളജിയുടെ ഒക്കെ ചെറിയ ശല്യം ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് ഭാര്യയും ഭർത്താവിനെയും കൂടെ ഒരുമിപ്പിച്ച് അവസാനത്തെ സെഷനാണ്. അപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. അവരങ്ങോട്ട് എഴുന്നേറ്റു. അവര് പറയാ, ഇത്രയൊക്കെ ഞാൻ സഹിച്ചു, ഇനി ഞാൻ സഹിക്കത്തില്ല. എന്നെ കണ്ടുകൊണ്ടോ വെച്ചാ ഇയാളെ ഓർത്ത് ഞാൻ നന്ദി പറയേണ്ടത്? അച്ഛൻ ഇതൊന്നും പിടികിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരി, വെള്ളമടിച്ചാലും ഇല്ലേലും ഇയാൾ എവിടെയാ വന്ന് കിടന്ന് ഉറങ്ങുന്നത്? അതെന്റെ വീട്ടിൽ. വേറെങ്ങും പോകത്തില്ലല്ലോ. ഇല്ല, അതിനെ ഓർത്ത് മാത്രം സ്തുതിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ വെള്ളമടിച്ച് വേറെ പല വഴി പോകുന്ന കുറെ എണ്ണത്തെ എനിക്കറിയാം. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഉടനെ അവര് എഴുന്നേറ്റ് കുറെ നേരം കൈകൂപ്പിന്നിട്ട് പറയാം, അത് ശരിയാച്ചാ, എന്റെ കെട്ടിയവനെ കുറിച്ച് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പരാതിയില്ല കേട്ടോ. അപ്പൊ ഞാൻ പറയും, ദൈവത്തെ സ്തുതിക്കാൻ ഒരു കാരണമായോ? അയ്യോ ആയി, കൊള്ളാം, സന്തോഷമായിട്ട് പോയി. നമുക്ക്
നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകളുണ്ട്. ഒരു കെട്ടിയോളാവും, പിള്ളേരാവും. കാര്യം ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ടേ പോകത്തുള്ളൂ, എന്നാലും അതുങ്ങളെങ്കിലും ഉണ്ടല്ലോ. അപ്പോ ഇങ്ങനെ ഉള്ള നന്മകളെ ഓർത്ത് നന്ദി പറയാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആകുലതകളില്ലാത്ത ഒരു ജീവിതം നമുക്ക് അഭ്യസിക്കാം.